ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 7 ശ്ലോകം 40 മുതലാണ് നമ്മൾ നോക്കേണ്ടത്. വൃന്ദാവനായത്തെ പ്രഭു രാഹില കാശിത്തെ മായാവാദി ഗണ താരെ ലാഗില നിന്ദിത്തെ. വൃന്ദാവനായത്തെ പ്രഭു രഹില കാശിത്തെ മായാവാദി ഗണ താരെ താണ്ട്രെ ലാഗില നിന്ദിത്തെ. ശ്ലോകം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വൃന്ദാവനയായി പ്രഭു രഹില കാശിത്തെ മായാവാദി ഗണ തൻറെ ലഗില നിന്ദിതേ. വിവർത്തനം ഭാവാർത്ഥം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴി ശ്രീ ചൈതന്യ മഹാപ്രഭു വാരണാസിയിലെത്തി. അപ്പോൾ മായാവാദി സന്യാസിമാർ അവിടുന്ന് പലവിധത്തിൽ നിന്ദിക്കുകയുണ്ടായി. ഭാവാർത്ഥം: ഊർജ്ജസ്വലമായ കൃഷ്ണബോധ പ്രചാരണത്തിനിടയിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് ധാരാളം മായാവാദികളെ നേരിടേണ്ടി വന്നു. ഇതുപോലെ നമുക്കും പ്രതികൂലരായ സ്വാമികൾ, യോഗികൾ, നിരാകാരവാദികൾ, ശാസ്ത്രജ്ഞന്മാർ, തത്വചിന്തകർ, മാനസിക ഊഹാപോഹക്കാർ എന്നിവരെ നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ കൃഷ്ണ കൃപയാൽ പ്രയാസം കൂടാതെ നാം ഇവരെയെല്ലാം വിജയകരമായി തോൽപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. നമ്മളപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ പ്രചരണത്തെക്കുറിച്ചുള്ള കാര്യം, ഹരേ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തെ വാരണാസിയിലെ കാശിയിലൂടെ പോകുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, പ്രകാശാനന്ദ സരസ്വതിയെക്കുറിച്ചും ഒക്കെ. അപ്പോൾ ഇവിടെ അതാണ് വീണ്ടും പറയുന്നത്. വാരണാസിയിൽ മായാവാദികളുടെ ഹബ്ബായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മായാവാദി സന്യാസിമാരുടെ ഹബ്ബായിരുന്നു വാരണാസി. ഇന്നത്തെ കാലത്തുമുണ്ട്. പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ഈ ഒരു ഹരേകൃഷ്ണ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുവന്ന സമയത്തും ഒരുപാട് സമയങ്ങളിൽ ഒരുപാട് ഇതുപോലുള്ള തത്വചിന്തകരും അല്ലെങ്കിൽ നിരാകാരവാദികളും മായാവാദികളും ഒക്കെ പല അഭിപ്രായങ്ങൾ പറയാനും തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭഗവാന്റെ കൃപ കൊണ്ട് പ്രഭുപാദും ഫേസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പ്രോബ്ലം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 41. സന്യാസി ഹായിയ കരെ ഗായന നാചന നാ കരെ വേദാന്ത പാഠ നാ കരെ വേദാന്ത പാഠ കരെ സങ്കീർത്തന. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. സന്യാസി ഹായിയ കരെ ഗായന നാചന നാ കരെ വേദാന്ത പാഠ കരെ സങ്കീർത്തന. വിവർത്തനം ഭാവാർത്ഥം: ശ്രീല പ്രഭുപാദ് കി ജയ്. നിന്ദകർ പറഞ്ഞു, ഒരു സന്യാസി ആയിരുന്നിട്ടും അദ്ദേഹം വേദാന്ത പഠനത്തിൽ ഏർപ്പെടുന്നതിന് പകരം സദാ സങ്കീർത്തനത്തിലും നൃത്തത്തിലും വ്യാപൃതനായിരിക്കുന്നു. ഭാവാർത്ഥം: ഭാഗ്യകരമോ നിർഭാഗ്യകരമോ വേദാന്ത പഠനത്തിന് പകരം സങ്കീർത്തനത്തിൽ ഏർപ്പെടുന്ന നമ്മുടെ രീതിയെ വിമർശിക്കുന്ന ഇത്തരം മായാവാദികളെ നമുക്കും നേരിടേണ്ടി വരുന്നു. എന്നാൽ വാല്യക്കണക്കിന് പുസ്തകങ്ങൾ നാം നാനാ ലോക ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടെന്നും അവ നമ്മുടെ ക്ഷേത്രങ്ങളിലെ വിദ്യാർത്ഥികൾ നിത്യവും പഠിക്കാറുണ്ടെന്നുമുള്ള വസ്തുത അവർ അറിയുന്നില്ല. നാം ധാരാളം പുസ്തകങ്ങൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും നമ്മുടെ വിദ്യാർത്ഥികൾ അവ പഠിക്കുകയും ലോകമാകമാനം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഒരു മായാവാദി പ്രസ്ഥാനത്തിനും ഇത്രത്തോളം പുസ്തകങ്ങൾ വെക്കുവാനുമാകില്ല. എന്നിരുന്നാലും പഠനത്തിൽ താല്പര്യമില്ലാത്തവരെന്ന് അവർ നമ്മെ കുറ്റപ്പെടുത്തുന്നു. ഇത്തരം ആരോപണങ്ങളെല്ലാം നിരർത്ഥകങ്ങളാണ്. നാം പഠിക്കാറുണ്ടെങ്കിലും മായാവാദികൾ എഴുതുന്ന അബദ്ധങ്ങൾ പഠിക്കാറില്ല. മായാവാദി സന്യാസിമാർ കീർത്തനം ചൊല്ലുകയോ നൃത്തം ചെയ്യുകയോ ചെയ്യാറില്ല. ഒരു സന്യാസി ഇത്തരം പ്രവർത്തനങ്ങൾ ഒഴിവാക്കി വേദാന്ത പഠനത്തിൽ നിരതനാകണമെന്നാണ് അവരുടെ വാദം. ഇത്തരക്കാർക്ക് വേദാന്തത്തിലെ ലക്ഷ്യം അറിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭഗവത്ഗീതയിൽ 15:15 കൃഷ്ണൻ പറയുന്നു, വേദയിച്ച സർവേർ അഹം ഏവ വേദ്യോ വേദാന്തകൃത് വേദവിദ് ഏവ ചാഹം. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങൾ അറിയുന്നതും ഞാനാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ്
വേദാന്തത്തിന്റെ യഥാർത്ഥ രചയിതാവ്. അതിനാൽ അവിടുന്ന് അരുളി ചെയ്യുന്നതെന്തോ അത് വേദാന്ത തത്വമാണ്. അതീന്ദ്രിയമായ ശ്രീമദ് ഭാഗവത രൂപത്തിൽ ഭഗവാൻ നേരിട്ട് സമ്മാനിച്ച വേദാന്തത്തിൽ അജ്ഞരാണെങ്കിലും മായാവാദികൾ തങ്ങളുടെ പഠനത്തിൽ അത്യന്തം അഭിമാനിക്കുന്നു. ഇത്തരക്കാർ വേദാന്ത തത്വങ്ങൾ തെറ്റായി കാഴ്ചവെക്കുന്നത് മൂലമുണ്ടാകുന്ന ദുഷ്ഫലങ്ങളെ മുൻകൂട്ടി കണ്ട ശ്രീല വ്യാസദേവൻ വേദാന്ത സൂത്രത്തിന്റെ വ്യാഖ്യാനം എന്നോണം ശ്രീമദ് ഭാഗവതം രചിക്കുകയുണ്ടായി. ഭാഷ്യോയം ബ്രഹ്മസൂത്രാണാം. ബ്രഹ്മസൂത്രത്തിലെ എല്ലാ വേദാന്ത തത്വങ്ങളുടെയും അന്തഃസത്തയാണ് ശ്രീമദ് ഭാഗവതം. അതിനാൽ എല്ലായ്പ്പോഴും ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത എന്നിവ പഠിക്കുകയും ലോകമാകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കൃഷ്ണാബോധവാനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ വേദാന്തം മനസ്സിലാക്കിയവൻ. മായാവാദികൾ വേദാന്ത തത്വങ്ങളെ തങ്ങളുടെ കുത്തകയാക്കിയതിൽ അഭിമാനിക്കുന്നു. എന്നാൽ വേദാന്ത സൂത്രത്തിന് ഭക്തരായ ആചാര്യന്മാർ എഴുതിയ ശ്രീമദ് ഭാഗവതം പോലുള്ള ഭാഷ്യങ്ങളുണ്ട്. ഗൗഡീയ വൈഷ്ണവരുടെ വേദാന്ത സൂത്ര ഭാഷ്യം ഗോവിന്ദ ഭാഷ്യം എന്നറിയപ്പെടുന്നു. ഭക്തന്മാർ വേദാന്തം പഠിക്കുന്നില്ലെന്ന മായാവാദികളുടെ ആരോപണം വ്യാജമാണ്. ഭാഗവത ധർമ്മം എന്നറിയപ്പെടുന്ന കീർത്തനം, നൃത്തം, ശ്രീമദ് ഭാഗവത തത്വങ്ങളുടെ പ്രചരണം എന്നിവ വേദാന്ത പഠനത്തിന് തുല്യമാണെന്ന് മായാവാദികൾക്കറിയില്ല. വേദാന്ത പഠനമാണ് സന്യാസിമാരുടെ ഏകധർമ്മമെന്ന് കരുതുന്ന അവർ മഹാപ്രഭു ഇത്തരം പ്രവൃത്തികൾ നേരിട്ട് ഏർപ്പെടാത്തതിനാൽ അവിടുത്തെ വിമർശിച്ചു. ശ്രീപാദ ശങ്കരാചാര്യർ വേദാന്ത പഠനത്തിന് പ്രത്യേകം ഊന്നൽ നൽകിയിരുന്നു. വേദാന്ത വാക്യേഷു സദാ രമന്ത കൗബീനവന്ത ഖലു ഭാഗ്യവന്ത. ഒരു സന്യാസി കൗബീന വസ്ത്രത്തിൽ സംതൃപ്തനാകുകയും വേദാന്ത തത്വങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യേണ്ടതാണ്. ഇത്തരം ഒരു പരിത്യാഗിയെ ഭാഗ്യവാനായി കരുതുന്നു. മഹാപ്രഭുവിന്റെ പെരുമാറ്റം ഇതിൽ നിന്നും ഭിന്നമായിരുന്നതിനാൽ വാരാണസിയിലെ മായാവാദികൾ അദ്ദേഹത്തെ നിന്ദിച്ചു. എന്നാൽ പ്രകാശാനന്ദ സരസ്വതി, സർവഭൗമ ഭട്ടാചാര്യർ എന്നിവരുമായുള്ള വേദാന്ത ചർച്ചകളിലൂടെ മഹാപ്രഭു ഈ മായാവാദി സന്യാസിമാരിൽ തന്റെ കാരുണ്യം ചൊരിഞ്ഞ് അവരെ ഉദ്ധരിക്കുകയുണ്ടായി. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഇവിടെ പറയുന്നു, സന്യാസി ഹായ കരെ ഗായന നാചന ന കരെ വേദാന്ത പാഠ കരെ സങ്കീർത്തന. അപ്പോൾ മായാവാദി സന്യാസികളുടെ അവരുടെ വീക്ഷണം അല്ലെങ്കിൽ അവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സന്യാസിമാരുടെ ഏക അല്ലെങ്കിൽ ഒരേ ഒരു കർത്തവ്യം വേദാന്തം പഠിക്കുക, വേറൊന്നുമല്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. നാമം ജപമാവട്ടെ, കീർത്തനമാവട്ടെ, പിന്നെ കീർത്തനവും ഡാൻസ് കളിച്ചിട്ടുള്ള കീർത്തനം വേറെ, സാധാരണ കീർത്തനമാവട്ടെ, വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള കീർത്തനമാവട്ടെ, ജപമാവട്ടെ, അതിലൊന്നും അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല തീരെ. പ്രത്യേകിച്ചും കീർത്തനത്തിൽ അവരുടെ അവർ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണ്? വേദാന്തങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വേദാന്തം. എന്നാൽ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പ്രഭുപാദ് പറയുന്നുണ്ട്, വേദാന്തം എന്ന് ഉദ്ദേശിക്കുന്നത് വേദങ്ങളുടെ കൺക്ലൂഷനെയാണ് വേദാന്തം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. വേദങ്ങളുടെ കൺക്ലൂഷനാണ് വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വേദാന്തം ശ്രീല വ്യാസദേവൻ വേദങ്ങളൊക്കെ എഴുതിയതിന് ശേഷം വേദാന്ത സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂത്രരൂപത്തിൽ ഒരു ചെറിയ ശ്ലോകങ്ങൾ, ചെറിയ സൂത്രങ്ങൾ രൂപത്തിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു സൂത്രത്തിനകത്ത് ഒരുപാട് തത്വങ്ങൾ ഉൾക്കൊണ്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ്, എളുപ്പത്തിൽ മനസ്സിലാവുന്ന കാര്യമല്ല, അത്രമാത്രം അറിവുണ്ടായിരിക്കണം. എന്നാൽ ഒരു കാര്യം കൂടെയുണ്ട് അതിനകത്ത്, ഇത് വളരെ കോംപ്ലക്സ് ആയതുകൊണ്ട് അതിനെ എങ്ങനെ വേണമെങ്കിലും ധരിക്കാം. അതായത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. പരിശുദ്ധ ഭക്തർക്ക് അത് വായിക്കുമ്പോൾ അവരുടെ വ്യൂ പോയിൻ്റ് ആയിരിക്കില്ല വേറെ ആളുകൾ വായിക്കുമ്പോൾ. ഈവൻ സംസ്കൃത പണ്ഡിതനാവട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം വായിക്കുന്ന അർത്ഥം മനസ്സിലാവുന്ന ഒരാളാവട്ടെ, അവരുടെ വ്യൂ പോയിൻ്റ് വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് ഇൻ്റർപ്രിട്ടേഷൻ പല രീതിയിൽ വരാം. ഈ കാര്യം നോക്കിക്കണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശ്രീല വ്യാസദേവൻ വേദാന്തങ്ങളുടെ ഭാവാർത്ഥമായിട്ട് ശ്രീമദ് ഭാഗവതം എഴുതുന്നത്. ശ്രീമദ് ഭാഗവതം അതിന് ശേഷം എഴുതുന്നതാണ് അദ്ദേഹം. നമുക്കറിയാം വ്യാസദേവൻ്റെ ഏറ്റവും അവസാനത്തെ രചനയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അവസാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വർക്കാണ് ശ്രീമദ് ഭാഗവതം. വേദാന്തങ്ങളുടെ
കമൻട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാവാർത്ഥമാണെന്നാണ് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടല്ല, നാച്ചുറൽ കമൻട്രി എന്നാണ് പറയുന്നത്. പ്രഭുപാദ് അങ്ങനെയാണ് ഭാവാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്ക്. അതായത് വേദാന്തങ്ങളുടെ എക്സ്പ്ലനേഷനാണ്, വിശദീകരണമാണ് ശ്രീമദ് ഭാഗവതം. എന്നാൽ മായാവാദികൾ അല്ലെങ്കിൽ മായാവാദി സന്യാസിമാർ അവർ പഠിക്കുന്ന വേദാന്തം, അല്ലെങ്കിൽ അവർ വേദാന്തം പഠിക്കുമ്പോൾ അവരുടെ കൺക്ലൂഷൻസ്, അല്ലെങ്കിൽ അവർ അവസാനം എത്തിച്ചേരുന്നതും ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ കാര്യമല്ല. അതാണ് പ്രശ്നം. ശ്രീമദ് ഭാഗവതം നമുക്കറിയാം അമലപുരാണമാണ്. ധർമ്മപ്രോജിത കൈതവത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിംബാത് പരേ ഈശ്വര സദ്യോ ഹൃദി അവരുദ്ധ്യ തത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണ നിഗമകൽപ്പത്തറോർ ഗലിതം ഫലം. അല്ലേ? അതാണ് ശ്രീമദ് ഭാഗവതം. പഞ്ചമപുരുഷാർത്ഥത്തെക്കുറിച്ച് മാത്രം പറയുന്ന, പഞ്ചമപുരുഷാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഭക്തി. അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയുന്നു ശ്രീമദ് ഭാഗവതം. 4 പുരുഷാർത്ഥങ്ങളെ റിജക്റ്റ് ചെയ്തുകൊണ്ടാണ്, റിജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കൈതവധർമ്മമായിട്ട് കണക്കാക്കിയിട്ട് മുന്നോട്ട് പോകുന്നു. പരിശുദ്ധ പരോധർമ്മത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുന്ന ശ്രീമദ് ഭാഗവതം വേദാന്ത സൂത്രത്തിൻ്റെ ഭാവാർത്ഥമാണെങ്കിൽ, വേദാന്ത സൂത്രത്തിൽ പറയുന്നത് എന്താണ്? ശരിക്കും പറയുകയാണെങ്കിൽ ശുദ്ധഭക്തി തന്നെയാണ് പറയുന്നത്. എന്നാൽ ഈ വേദാന്ത സൂത്രത്തെ മായാവാദി സന്യാസിമാരും അങ്ങനെയുള്ള ഈ നിരാകാരവാദികളൊക്കെ അതിനെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ, ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഭാവാർത്ഥങ്ങൾ എങ്ങനെയായിരിക്കും? അതിൽ മായാവാദം കലർന്നതും അതേപോലെ നിരാകാരവാദം കലർന്നതായിരിക്കും. നിരാകാരവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭഗവാന് രൂപമില്ല എന്ന് പറയും. അവസാനം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് പറയും ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കണം, ബ്രഹ്മജ്യോതിയാണ് എല്ലാം. അവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു രൂപത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? അദ്ദേഹം സർവ്വവ്യാപിയാണ്. അദ്ദേഹത്തെ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ രൂപങ്ങൾ എടുക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നാണെന്ന് പറയും, അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ നിന്നാണെന്ന് പറയും. ബ്രഹ്മജ്യോതിയാണ് പരമസത്യം. അതിൽ നിന്ന് ഓരോ രൂപങ്ങൾ അദ്ദേഹം എടുക്കുന്നു അവതാരത്തിന് വേണ്ടി എന്നാണ് മായാവാദികളും നിരാകാരവാദികളും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല ശരിക്കും ഉള്ള കൺക്ലൂഷൻ. ഭാഗവതമാവട്ടെ, വേദങ്ങളാവട്ടെ, വേദാന്ത സൂത്രമാവട്ടെ, അവിടെ പറയുന്നത് ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ നിരാകാര തത്വം, ഭഗവാന്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൺക്ലൂഷൻ അങ്ങനെയല്ല. ബ്രഹ്മജ്യോതി എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജ്യോതിയാണ്. അപ്പോൾ ആ ഭഗവാന് ആകാര തത്വമുണ്ട്, നിരാകാര തത്വമുണ്ട്. അതായത് ഭഗവാനുമായിട്ട് കണക്ഷൻ ഇല്ലയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ബ്രഹ്മജ്യോതിയെ. കാര്യം ബ്രഹ്മജ്യോതി വരുന്നത് ഭഗവാനിൽ നിന്നാണ്. എന്നാൽ ഭഗവാന് രൂപമില്ല എന്ന് പറയുന്നത്, ബ്രഹ്മജ്യോതിയുടെ സോഴ്സ് ആരാണെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ബ്രഹ്മജ്യോതി എന്നിൽ നിന്നാണ് വരുന്നത്. അതിൻ്റെ അർത്ഥം ഭഗവാന്റെ പൊസിഷൻ, ഭഗവാനാണ് പരമദിവ്യത്വം പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹം ഒരു പുരുഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് രൂപമുണ്ട്, ധാമുണ്ട്, അദ്ദേഹത്തിന് എല്ലാം ഉണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ് ബ്രഹ്മജ്യോതി. ബ്രഹ്മജ്യോതിയുടെ അടിയിൽ വരുന്നല്ല ഭഗവാൻ. മായാവാദികളുടെയും നിരാകാരവാദികളുടെയും കൺക്ലൂഷൻ അങ്ങനെയാണ്. അവിടെ തന്നെ തെറ്റി. പിന്നെ നിരാകാരവാദികൾ അറ്റ്ലീസ്റ്റ് അവരെ അതീന്ദ്രിയവാദികളായിട്ട് അംഗീകരിക്കും. അറ്റ്ലീസ്റ്റ് അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അവർ വിഗ്രഹാരാധന ചെയ്യുന്നുണ്ടാവും. വിഗ്രഹാരാധനയെക്കുറിച്ച് അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, അവർ പറയും വിഗ്രഹങ്ങളെന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ബ്രഹ്മനിലേക്ക് എത്തുവാനുള്ളൊരു മാർഗം മാത്രമാണെന്ന് അവർ പറയുന്നത്. എന്നാൽ വിഗ്രഹം ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് അവർ അംഗീകരിക്കില്ല. അതായത് ബ്രഹ്മജ്യോതിയിലേക്ക് മുക്തി നേടി പോവാൻ വേണ്ടിയിട്ട് ഒരു മാർഗമാണ് ഈ വിഗ്രഹങ്ങൾ, ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ അമ്പലത്തിലുള്ളത്. അല്ലാതെ വേറൊന്നുമല്ല എന്ന് അവർ പറയുന്നു. അതാണ് അവരുടെ കൺക്ലൂഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ഒരു മൂർത്തി ഭഗവാന്റെ അവതാരമായിട്ട് കണക്കാക്കാം നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ശ്രീമൂർത്തി വിഗ്രഹങ്ങൾ. അത് വെറുതെ ബ്രഹ്മജ്യോതിയിലേക്ക് എത്താനുള്ളൊരു മീൻസ് അല്ല, അല്ലെങ്കിൽ ഒരു വഴി മാത്രം എന്നുള്ളതല്ല. ബ്രഹ്മജ്യോതിയല്ല നമ്മുടെ ലക്ഷ്യം.
ഭഗവാനും അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ള വിഗ്രഹവും തമ്മിൽ വ്യത്യാസമില്ല. പദ്ഭ്യാം ചലന്യാ പ്രതിമാ സ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി സദാഹഗമ്യം ദേശം യയോ വിപ്രകൃതേദ്ബുദേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സാക്ഷി ഗോപാലൻ്റെ ആ ഒരു ചരിത്രം പറയുന്നു, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അവിടെ പറയുന്നതാണ് ശതാഹഗമ്യം, 100 ദിവസം നടന്നു സാക്ഷി ഗോപാലൻ 100 ദിവസം സാക്ഷി പറയാൻ വേണ്ടി ആരുടെ കൂടെ നടക്കുന്നു? ഈ ബ്രാഹ്മണൻ്റെ പുറകെ പോവാണ്. അപ്പോൾ അവിടെ വിഗ്രഹമാണ് നടന്നു പോകുന്നത്. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ പ്രതിമ നാഹീസ് തുമി സാക്ഷാത് ബ്രജേന്ദ്ര നന്ദൻ. പ്രതിമയല്ല, അത് വെറും ഒരു പ്രതിമയല്ല, സാക്ഷാത് ബ്രജേന്ദ്ര നന്ദൻ, സാക്ഷാൽ കൃഷ്ണൻ തന്നെയാണ്. ഇതാണ് ശരിക്കുമുള്ള തത്വം. എന്നാൽ മായാവാദികൾ അതിനെയും വേറെ രീതിയിൽ പറയുന്നു. വേറൊരു പ്രസ്താവന അവരുടെ എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ആരാണ് ഈ മായാവാദികൾ, ആരാണ് നിരാകാരവാദികൾ എന്നുള്ളത് ആരാണെന്നുള്ളത് ഒന്നുകൂടെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മായാവാദി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ എന്താ സംഭവം എന്ന് അറിയും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. മായാവാദികളുടെ പ്രശ്നം, ഇപ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളാണ്. അതായത് ഭഗവാൻ രൂപമില്ല എന്ന് പറയും, വൈകുണ്ഠം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് അവർ പറയും ബ്രഹ്മജ്യോതിയാണ് എല്ലാം എന്ന് പറയും. അപ്പോൾ മായാവാദികളും നിരാകാരവാദികളും, എല്ലാ നിരാകാരവാദികളും മായാവാദികളായിക്കൊള്ളണമെന്നില്ല. അതും ഒരു വ്യത്യാസം മനസ്സിലാക്കണം. ബേസിക്കലി ഇവർ 2 കൂട്ടരും പറയുന്നു രൂപമില്ല എന്ന് പറയുന്നു. നിരാകാരവാദികൾ, എല്ലാ നിരാകാരവാദികളും, നിരാകാരവാദി എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ രൂപമില്ല എന്ന് പറയുന്നവർ, എല്ലാ നിരാകാരവാദികളും മായാവാദികളായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. ആവാൻ സാധ്യതയാണ് കൂടുതലുള്ളത്, പക്ഷേ നിർബന്ധമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിരാകാരവാദികളുടെ ഒരു അവരുടെ കൺക്ലൂഷൻ ഇതാണ്. നിരാകാരവാദികളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന് രൂപമില്ല, ബ്രഹ്മജ്യോതിയാണ് പരമസത്യം, അതിനപ്പുറത്തേക്കൊന്നും അവർക്കറിയില്ല. ജീവിതത്തിൻ്റെ ലക്ഷ്യം അവർ പറയും ഇതെല്ലാം ചെയ്യുന്നത്. അവർ ചിലപ്പോൾ നാമം ജപിക്കുന്നുണ്ടാവും, അവർ അമ്പലത്തിൽ പോവും നിരാകാരവാദികൾ, അവർ വേദാന്ത പഠനങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബ്രഹ്മനിലേക്ക് ലയിക്കുവാനാണെന്ന് പറയും. അപ്പോൾ അവിടെ കഴിഞ്ഞു. ബ്രഹ്മനിലേക്ക് ലയിക്കലല്ല, അതിനപ്പുറത്ത് ഭഗവാൻ പരമാത്മാ തത്വമുണ്ട്, അതിനപ്പുറത്ത് ഭഗവത് തത്വമുണ്ട്. ഷഡൈശ്വര്യങ്ങളുള്ള ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ 6 ഐശ്വര്യങ്ങളുള്ള ഭഗവാനുണ്ട്, വൈകുണ്ഠമുണ്ട്, ഗോലോക വൃന്ദാവനമുണ്ട്. ഈ കൺസെപ്റ്റൊന്നും അവർക്കറിയില്ല. അതാണ് ഒരു കാര്യം. മായാവാദികളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, അവരും നിരാകാരവാദികളെ പോലെ പറയുന്നു രൂപമില്ല എന്ന് പറയുന്നു, ഭഗവാന് രൂപമില്ല, ബ്രഹ്മജ്യോതിയാണ് അവരുടെയും ലക്ഷ്യം. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നമുണ്ട് അവർക്ക്. ഇവിടെ പറയുന്നത്, അവർ പറയും നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നും പറയും. ആത്മാവും പരമാത്മാവും രണ്ടും ഒന്നാണ്, വ്യത്യാസമില്ല എന്ന് പറയും. അവിടെയാണ് ഏറ്റവും വലിയ അപരാധമായി മാറുന്നത്. നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അപരാധമാണെന്ന്. അതുകൊണ്ട് മഹാപ്രഭു പറയും മായാവാദികളായിട്ട് കൂടരുത്, അസോസിയേഷൻ അല്ലെങ്കിൽ സംഘം പാടില്ല എന്നുള്ളത്. മായാവാദികൾ അപരാധികളെന്ന് പറയുന്നു. നമ്മളെ ഭഗവാനുമായിട്ട് ഈക്വലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ അപരാധമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് വ്യത്യാസം രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ട് മായാവാദം ഫോളോ ചെയ്യുന്നവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നാരായണ എന്നുള്ള അഭിസംബോധന ചെയ്യും. സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾ, നമ്മൾ പ്രഭു മാതാജി എന്നൊക്കെ വിളിക്കുന്നത്, പ്രഭു മാതാജി അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് നാരായണൻ എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഇനി ഹൃദയത്തിലുള്ള ഭഗവാനെ കണ്ടിട്ട് അതായത് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ കവിഹസ്തിനി ശുനി ചേവസോ പാക്കേജ പണ്ഡിത സമദർശന. അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, വിദ്യയുള്ളവർ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജ്ഞാനമുള്ള വ്യക്തി മൃഗങ്ങളെയും മനുഷ്യരെയും വേർതിരിച്ച് കാണില്ല. പണ്ഡിതൻ ആവട്ടെ, ശൂദ്രനാവട്ടെ, അതേപോലെ തന്നെ മനുഷ്യനാവട്ടെ, മൃഗമാവട്ടെ, ചെടികളാവട്ടെ, ഇതിനെ വേർതിരിച്ച് കാണില്ല, എല്ലാം ഒരേപോലെ കാണുന്നു എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിലും ഭഗവത് ഭാവത്തിലോട് കൂടിയിട്ടാണ് കാണുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. പുറമേയുള്ള കവറിങ്, നമ്മളിപ്പോൾ ധരിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ
ബോഡി ഒരു ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. മൃഗങ്ങളെ സംബന്ധിച്ചിട്ട് അവരും ആത്മാവാണ്, നമ്മളും ആത്മാവാണ്, എല്ലാവരും ആത്മാക്കളാണ്. എന്നാൽ അവരുടെ ബോഡി മൃഗത്തിൻ്റെ ബോഡിയാണ്, അല്ലെങ്കിൽ കവർ, അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെ കൂട്ടാം. നമ്മളിട്ടിട്ടുള്ള ഡ്രസ്സ് മനുഷ്യരുടെ ഡ്രസ്സാണ്. ചെടികളും മരങ്ങളും ഇട്ടിട്ടുള്ളത് ചെടികളുടെ മരങ്ങളുടെ ഡ്രസ്സ്. പക്ഷേ ആത്മാവാണ് അവരും, ഈ പറയുന്ന എല്ലാവരും ആത്മാക്കളാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരിക്കലും ആ ആത്മാവായിട്ടുള്ള നമ്മൾ ഡ്രസ്സ് മാത്രമേ മാറുന്നുള്ളൂ, വേറെ അപ്പോൾ ഡ്രസ്സ് മാത്രമേ മാറുന്നുള്ളൂ, പക്ഷെ വ്യക്തികൾ ഒന്നാണ്. അപ്പോൾ വിദ്യാവിനയ സമ്പന്ന എന്ന് പറയുമ്പോൾ അറിവുള്ളൊരു വ്യക്തി എല്ലാത്തിലും ഭഗവാനെ കാണുന്നു, അല്ലെങ്കിൽ ഭഗവത് ഭാവത്തിൽ നോക്കി കാണുന്നു എന്നുള്ളതാണ് അർത്ഥം. അത് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു വരിഷ്ഠനായിട്ടുള്ള ഒരു ഭക്തൻ്റെ, ഒരു ഉത്തമാധികാരിയുടെ ലക്ഷണമാണത്, എല്ലാം ഒരേപോലെ കാണുന്നത്. അതിൻ്റെ അർത്ഥം ഭഗവാനും നമ്മളും ഒന്നാണ്, ഒരേപോലെ കാണുന്നില്ല അവർ പറയുന്ന എല്ലാ ആത്മാക്കളെയും, നമ്മളെപ്പോലുള്ള കണ്ടീഷൻ ബദ്ധാത്മാക്കളെയും രൂപത്തിൽ വ്യത്യാസമുണ്ടാവും, ഡ്രസ്സിൽ വ്യത്യാസമുണ്ട്, ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്ന പുറമേയുള്ള കവറിങ്ങിൽ വ്യത്യാസമുണ്ടാവും. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ അംശമാണ്, ഇവരെല്ലാവരും ഭഗവാന്റെ അംശമാണ്, അതേപോലെ തന്നെ ഭഗവാന്റെ സേവകരാണ്. മാത്രമല്ല എല്ലാവരിലും പരമാത്മാവായിട്ട് ഭഗവാൻ ഉണ്ട് എന്നുള്ളതും ധരിക്കുന്നതാണ് വിദ്യാവിനയ സമ്പന്നെ. എന്നാൽ മായാവാദികളുടെ കൺക്ലൂഷൻ നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് ആ ഹൃദയത്തിലുള്ള ഭഗവാനെ കണ്ട് റെസ്പെക്റ്റോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലല്ല. അവരുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളും നാരായണൻ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഭഗവാനെ പോലെ തന്നെയാണ്, വ്യത്യാസമില്ല, ഞാനും അങ്ങനെയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു ലീലയുടെ ഭാഗമായിട്ട്. ഇനി മരിച്ചു കഴിഞ്ഞാൽ നമ്മളും ആ ശരീരത്തിലേക്ക് ലയിക്കും, അല്ലെങ്കിൽ ശരീരം പോട്ടെ, ഭഗവാന് ശരീരമില്ല എന്ന് അവർ പറയുന്നു, ആ ബ്രഹ്മജ്യോതിയിലേക്ക് ലയിക്കുന്നു. അപ്പം നമ്മളും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളൊരു കൺക്ലൂഷനാണ് അവരുടെ. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. അതാണ് വ്യത്യാസം മായാവാദികളും നിരാകാരവാദികളും. ഇവർ രണ്ട് കൂട്ടരും നമ്മളെ സംബന്ധിച്ച് ശരിയല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ശരിയല്ല എന്നല്ല പറയുന്നത്, അവരുടെ മായാവാദികൾ ഡെഫിനറ്റ്ലി അപരാധികളെന്ന് പറയാം. നിരാകാരവാദികളുടെ ഒരു സംബന്ധിച്ച് അവരെ നമ്മൾ തീർച്ചയായിട്ടും അവർ അതീന്ദ്രിയവാദികളാണ്, എന്നാലും അവർക്ക് പ്രോപ്പർലി കൺക്ലൂഷനിൽ എത്തിയിട്ടില്ല. അവരുടെ ജ്ഞാനം എന്ന് പറയുന്ന, അറിവെന്ന് പറയുന്നത് അപൂർണമാണെന്ന് പറയാം, പൂർണ്ണമല്ല, അത്രയേ ഉള്ളൂ. മായാവാദികൾ കംപ്ലീറ്റ്ലി ഡീവിയേഷനായിപ്പോയി. ഒരിക്കലും പരമാത്മാവിനെയും ജീവാത്മാവിനെയും ഒരുമിച്ച് ഒരേപോലെയാണെന്ന് പറയുന്നത് അതൊരു വലിയൊരു തെറ്റാണ്. അങ്ങനെയല്ല ഒരു ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ. ഇപ്പോൾ പ്രഭുപാദ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ശ്ലോകത്തിലും പറയുന്നു, മായാവാദി സന്യാസികളുടെ അവരുടെ ഒരു ഇഷ്ടം, അവർ ചെയ്യുന്ന ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് വേദാന്തങ്ങൾ പഠിക്കുക, അല്ലാതെ ഒന്നുമില്ല. ഡാൻസ് കളിക്കുന്നതും, അതായത് കീർത്തനം ചൊല്ലി ഡാൻസ് കളിക്കുന്നതും ജപം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ല. അതൊക്കെ ഒരു ലോ ക്ലാസ് സംഭവമാണെന്ന് അവർ പറയും. എന്നാൽ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ജപത്തെക്കുറിച്ചും കീർത്തനത്തെക്കുറിച്ചും. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്, നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രനാശനം. എല്ലായിടത്തും സങ്കീർത്തനം എന്ന് പറയുന്നുണ്ട്, കീർത്തനം എന്ന് പറയുന്നുണ്ട്. ഇനി ചൈതന്യ ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ശില വൃന്ദാവൻ ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, അവിടെ ഒരു ശ്ലോകത്തിൽ, അതായത് ആരാണോ ഹരികീർത്തനത്തിൽ, നാമസങ്കീർത്തനത്തിൽ, ഹരിനാമസങ്കീർത്തനത്തിൽ ഡാൻസ് കളിക്കുന്നത്, അവർ പറയുന്നു ഡാൻസ് നമ്മൾ കളിക്കുമ്പോൾ, കീർത്തനത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ ശരിയായിട്ടുള്ള, അതായത് വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു ഭാവത്തിൽ, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, വൾഗറായിട്ടല്ല, നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ ഒരു സ്റ്റെപ്സ് ഒന്നുമല്ല പറയുന്നത്. അങ്ങനെ ബോഡി മൂവ് ചെയ്യുന്നത് തന്നെ, പതുക്കെ മൂവ് ചെയ്യുന്നത് തന്നെ ആ ഒരു കരിമാർ കീർത്തനത്തിൽ മുഴുകി ചെയ്യുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു ആവേശത്തോടു കൂടി കളിക്കുന്നുണ്ടാവും, കുറേ ഷോ ആക്കാൻ വേണ്ടിയിട്ടല്ല. മഹാപ്രഭുവിൻ്റെ ഡാൻസ് പറയുന്നുണ്ട് ചൈതന്യചരിതാമൃതത്തിൽ. അദ്ദേഹം സങ്കീർത്തനം ചെയ്ത് ഡാൻസ് കളിക്കുന്ന സമയത്ത് മഹാപ്രഭുവിനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നു. അവിടെ ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത്, നമ്മളിനി മുന്നോട്ട് എത്തുമ്പോൾ കാണും അതൊക്കെ. അദ്ദേഹം പറയുന്നത് സുവർണ നിറത്തിലുള്ള ഗോളം, അതായത് സ്വർണത്തിൻ്റെ ഗോളം ഉണ്ടല്ലോ, സ്വർണത്തിൻ്റെ ഒരു ബോള് ഉരുളുന്ന പോലെയാണെന്ന് പറയുന്നു. അങ്ങനെ കാറ്റിൽ പറക്കുന്നു, തിരിയുന്നു, അത്രയും ഫാസ്റ്റാണെന്ന് പറയുന്നത്. മഹാപ്രഭുവിനെ കാണില്ല,
ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള തപ്ത കാഞ്ചന ഗൗരാംഗി, തപ്ത അതായത് ഉരുക്കിയ സ്വർണത്തിൻ്റെ നിറം എന്താണോ അതേപോലെ ഒരു സംഭവമാണ് കാണുന്നത്. അവർ വേറെ അത്ര സ്പീഡായിരുന്നു എന്ന് പറയുന്നു മഹാപ്രഭുവിന്. അപ്പോൾ ഇതെല്ലാം മായാവാദികൾക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ചൈതന്യ ഭാഗത്തിൽ പറയുന്നുണ്ട്, കീർത്തനത്തിൽ, ഹരികീർത്തനത്തിൽ ശരിയായിട്ടുള്ള ഭാവത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ പറയുന്നു 10 ദിശയിലുള്ള ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു എന്ന് പറയുന്നു. മുകളിലുള്ള ആൾക്കാർക്ക് താഴെ സൈഡിൽ 10 ദിശ പറയുമല്ലോ നമ്മൾ, എല്ലാ ദിശകളിലും ഉള്ള ആളുകൾക്ക് ആക്ച്വലി ആ ഹരി കീർത്തനം ചെയ്യുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഡാൻസ് കളിക്കുന്ന ആളിലൂടെ അവർക്ക് എത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ശക്തിയുണ്ട് ഡാൻസിനെന്ന് പറയുന്നത് കീർത്തനത്തിൽ. എന്നാൽ ഇതെല്ലാം ഇനി നാളെ തൊട്ട് ശരി അതുകൊണ്ട് ഡാൻസ് കളിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങുന്ന കാര്യമല്ല പറഞ്ഞത്. അതും ഒരു നോക്കിയും കണ്ടും ആരെയും കാണിക്കാനും വേണ്ടിയിട്ടല്ല, ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്, വളരെ സോഫ്റ്റായിട്ട്. അതുകൊണ്ട് പ്രഭുപാദ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു സ്വാമി സ്റ്റെപ്പ് എന്ന് പറഞ്ഞ്. ഒന്നുമില്ല, മുന്നോട്ടും പുറകോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ അത് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ മനോഹരമാണ്. ഇപ്പോൾ ഡാൻസ് കളിക്കുന്നത്, ഇപ്പോൾ പലവരും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഞാൻ വന്ന സമയത്തും വർഷങ്ങൾ മുമ്പ് വരുന്ന സമയത്തും നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു സംഭവമാണത്. നാട്ടിൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, പ്രത്യേകിച്ചും അവിടെ തന്നെയായിരുന്നു സ്കൂളിങ്ങും കോളേജും, മാസ്റ്റേഴ്സ് മാത്രം ചെന്നൈയിൽ ചെയ്തു, ബാക്കിയെല്ലാം കേരളത്തിലായിരുന്നു ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ ഒരു കൾച്ചർ തന്നെ നമുക്കറിയാം വളരെ വളരെ വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ കേരളത്തിലുള്ളവർ, പ്രത്യേകിച്ചും ഞാൻ ഒരു അമ്പലവാസി കുടുംബത്തിൽ ജനിച്ചിട്ടുള്ളത് കൊണ്ടും നമുക്ക് അമ്പലത്തിലെ സർവീസസ് ഉണ്ടാകുമ്പോൾ പോകുമ്പോഴൊക്കെ ഷർട്ട് ഇടാതെയാണ് പോകുന്നത്. ഷർട്ട് നമ്മൾ ധരിക്കുകയില്ല. 2 മുണ്ട് ഇട്ടാലായി, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അരയിൽ കെട്ടും, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. വിളക്ക് പിടിക്കാൻ പോവുകയാണെങ്കിലും ബാക്കി എന്ത് സർവീസ് ആണെങ്കിലും. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് അമ്പലത്തിൽ പോകുന്ന കൺസെപ്റ്റ് തന്നെ ഇനീഷ്യലി ആ ഒരു സംഭവം കാണുന്നത് ഞാൻ പിന്നീട് കേരളത്തിന് പുറത്ത് വന്നപ്പോഴാണ്. അതിനു മുമ്പേ, ഇപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നപ്പോൾ കണ്ടു എന്നല്ല, അതിന് മുമ്പേ മനസ്സിലായിട്ടുണ്ട് കേരളത്തിൽ മാത്രം ഈ സിസ്റ്റം ഡ്രസ്സിൽ ഷർട്ട് ഇടാതെയാണ് പുരുഷന്മാർ പോവുക. ഈവൻ ഇപ്പോഴും ഗുരുവായൂർ അറിയാം, ഗുരുവായൂർ നമുക്ക് ഷർട്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല ഇപ്പോൾ. എന്നാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അമ്പലങ്ങളിൽ ഷർട്ട് ഇടാം, കുർത്ത ഇടാം, എല്ലാം ഇടാം. അതൊരു കാര്യം. രണ്ടാമത്, ഈ കീർത്തനത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു കൺസെപ്റ്റേ നമ്മുടെ സമുദായത്തിൽ ആർക്കും ഉണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പറയും ക്രിസ്ത്യൻസിൻ്റെ ഒരു അവരുടെ സമ്പ്രദായത്തിൽ ഒരു കാറ്റഗറി ഓഫ് ആളുകളുണ്ട്, ഞാനിവിടെ പേര് പറയുന്നില്ല. അപ്പോൾ അവരിതുപോലെ ഡാൻസ് കളിക്കും, ഉറക്കെ കീർത്തനം, അവരുടെ എന്താണോ അവർ പ്രാർത്ഥിക്കുന്നത് അത് ഉറക്കെ ചൊല്ലുന്നു, ഡാൻസ് കളിക്കുന്നു എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു വെർഷനാണ് നമ്മളെന്ന് പറയും ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ. വ്യത്യാസമുണ്ട്, കുറിയെല്ലാം തൊട്ട് അവരുടെ വേഷമെല്ലാം നമുക്ക് വേഷത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ചെയ്യുന്നതൊക്കെ അതേപോലെയാണ്. അവരും ഇതേപോലെ അവരുടെ ദൈവത്തിൻ്റെ പേര് വിളിച്ച്, അവരുടെ ദൈവം നമ്മുടെ ദൈവം ഒന്നാണെന്ന് നമുക്കറിയാം ഇപ്പോൾ, ഒരുപക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. എന്നാൽ അവരുടെ പേര് എന്താണോ, കൃഷ്ണൻ്റെ പല പേരുകളുമുണ്ട്. കൃഷ്ണന് പേരുകൾക്ക് എത്ര പേരുകളുണ്ട്, അനന്തം. അപ്പോൾ അദ്ദേഹത്തെ അള്ളാഹുവായിട്ടും ക്രൈസ്റ്റായിട്ടും ഒക്കെ പറയും, പക്ഷെ ഇതെല്ലാം ഭഗവാനാണ്. എനിവേ, അപ്പോൾ ആ ഒരു രീതി ആണ് ഇവിടെയുള്ളത്. മഹാപ്രഭുവിൻ്റെ മഹാപ്രഭുവിൻ്റെ ഫോളോവേഴ്സ് ഫോളോ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ആദ്യം കണ്ടപ്പോൾ എനിക്കും ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ഇതിനെക്കുറിച്ച്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു മടിയുണ്ടായിരുന്നു. കാര്യം ആ രീതിയല്ല നമ്മൾ കണ്ടിട്ടുള്ളത്, രീതികൾ മൊത്തത്തിൽ അതായത് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷേ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, പ്രഭുപാദിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയപ്പോഴും കൂടുതൽ വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് കേട്ട് തുടങ്ങുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം ഫിലോസഫിയിൽ ഒരു വിശ്വാസം വന്നു. പ്രഭുപാദിൻ്റെ ആ ഒരു ഭാവാർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ശുദ്ധ ഭക്തിയിലേക്ക് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നും മനസ്സിലായി. ആ ഒരു കൺവിക്ഷനും വന്നു തുടങ്ങി.
അത് വായിക്കുമ്പോഴാണ് വായിച്ച് കേട്ടാണ് ഇത് മനസ്സിലാവുന്നത്. അങ്ങനെ കൂടുതലും ശ്രവണമായിരുന്നു ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് പേഴ്സണലി പറയുകയാണെങ്കിൽ. അങ്ങനെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ ഇപ്പോൾ തത്വങ്ങൾ ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. ഡാൻസ് കളിക്കുന്നതിൻ്റെ മഹാത്മ്യം, കീർത്തനത്തിൻ്റെ മഹാത്മ്യം, ഇതിനെല്ലാത്തിനും പ്രമാണമുണ്ട്. അതാ പറയുന്നത്, പ്രമാണമുണ്ട് എല്ലാത്തിനും. എല്ലാം ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്, പറയാത്ത കാര്യങ്ങളല്ല. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ തത്വങ്ങൾ അറിയാം. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, അത് ഇനീഷ്യൽ സ്റ്റേജസിൽ അങ്ങനെയാണ്. എന്നാൽ ഇതിനെല്ലാത്തിനും പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. എന്തുകൊണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ പ്രയോജനം എന്താണ്, എല്ലാത്തിനും ഒരു റെഫറൻസ് ഉണ്ടാവും. ഇതാരും കണ്ടുപിടിച്ച മഹാപ്രഭു ഭഗവാൻ കൃഷ്ണനാണ്, സംശയമില്ല. എന്നാലും മഹാപ്രഭുവിൻ്റെ ഫോളോവേഴ്സ് അങ്ങനെ തോന്നിയത് കണ്ടുപിടിച്ചു എന്നുള്ളതല്ല, അത് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രത്തിൽ നിന്ന് പറയാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പ്രഭുപാദ് പ്രിസ്ക്രൈബ് നമുക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇതെല്ലാം മായാവാദി സന്യാസിമാർക്കും മായാവാദികൾക്കും മനസ്സിലാവില്ല. അവരെ സംബന്ധിച്ച് വേദാന്തങ്ങൾ പഠിക്കുക, വേറെ അതിനപ്പുറത്തൊന്നും അവർക്കറിയില്ല. അതാണ് പ്രഭുപാദ് പറയുന്നത്. അവരുടെ ഫങ്ഷൻ അത് മാത്രമേ ഉള്ളൂ, അവർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനെ കണ്ടപ്പോൾ നമ്മളിത് കഴിഞ്ഞ 2 ക്ലാസ് മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു ലീല ഞാൻ വീണ്ടും പറയുന്നില്ല. ആ ലീല അവിടെ അദ്ദേഹം ചോദിച്ചു, നമ്മളൊക്കെ ഒരേ സമ്പ്രദായത്തിലുള്ള ആളുകളാണ്, നമ്മളൊക്കെ ഒരേപോലെ സന്യാസികളാണ്. പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട് ചോദിച്ച ചോദ്യമാണ്. നമ്മളെല്ലാവരും സന്യാസിമാരാണ്, പക്ഷേ ഞങ്ങളെല്ലാവരും വേദാന്തങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ മാത്രം ഇങ്ങനെ ഡാൻസ് കളിച്ച് വഴിയിലൂടെ കീർത്തനം ചൊല്ലി നടക്കുന്നു, ഇതെന്താ സംഭവം? അപ്പോൾ മഹാപ്രഭു പറയുന്നു, ഞാനൊരു വിഡ്ഢിയാണ്, എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മൂർഖനാണ്, മൂർഖൻ എന്ന് പറഞ്ഞ വിഡ്ഢിയാണ്, നിനക്ക് വേദാന്തം പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, അതുകൊണ്ട് നീ തൽക്കാലം കീർത്തനം ചൊല്ലുക, ഡാൻസ് കളിച്ച് കീർത്തനം ചൊല്ലിയാൽ മതി, അതേ നിനക്ക് സാധിക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് നിനക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞാനിത് ഫോളോ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരു കൺക്ലൂഷൻ അതാണ് എന്നുള്ളതും, അവിടെ ഇത് പറയുന്ന വ്യക്തി പരമദിവോത്തമ പുരുഷൻ കൃഷ്ണനാണ് എന്നുള്ളത് പ്രകാശാനന്ദ സരസ്വതിക്ക് അറിയില്ല. പിന്നീട് മഹാപ്രഭുവിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻസിലൂടെ അദ്ദേഹത്തിന് കൺവിക്ഷൻ ആവും, ഇത് സാധാരണ ഒരു വ്യക്തിയല്ല. ഇതേപോലെ തന്നെയാണ് സർവഭൗമ ഭട്ടാചാര്യയ്ക്കും സംഭവിക്കുന്നത്. ആ ഒരു സെക്ഷൻ നമ്മൾ ഇനി പഠിക്കും. ഇനി ചൈതന്യ ചരിതാമൃതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ തത്വങ്ങളാണ്. തത്വങ്ങളും ഒരുപാട് ഇനി കുറച്ച് കഴിഞ്ഞാൽ മഹാപ്രഭുവിൻ്റെ പാർഷദരുടെ ആ ബ്രാഞ്ചസിനെ കുറിച്ച് പറയുന്നത്, അതായത് ബ്രാഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ശിഷ്യരുടെ അവരിൽ നിന്ന് വേറെ ശിഷ്യർ വന്നു. അങ്ങനെ ബേസിക്കലി ഈ ഒരു ഗൗഡീയ വൈഷ്ണവിസം എങ്ങനെ സ്പ്രെഡായി എന്നുള്ളതൊക്കെ കൂടുതൽ പറയുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ലീലകളിലേക്ക് തുടങ്ങും. ലീലകൾ നമ്മൾ പഠിക്കും. മഹാപ്രഭുവിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് പറയും. അതിനുശേഷം കുട്ടിക്കാലത്ത് ലീലകൾ ജനിക്കുന്നത് മുതൽ മഹാപ്രഭുവിൻ്റെ ആവിർഭാവം മുതൽ പിന്നെ അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് കാണും. അപ്പോൾ ഇതെല്ലാം മധ്യലീലയിൽ വരുന്നുണ്ട്. സർവം ഭട്ടാചാര്യയായിട്ടുള്ള ഒരു കോൺവെർസേഷനൊക്കെ മനോഹരമാണ്. അപ്പോൾ അവിടെയും സർവം ഭട്ടാചാര്യ ഇനീഷ്യലി അദ്ദേഹം ഈ നിരാകാരവാദിയായിരുന്നു. അദ്ദേഹത്തെ അദ്ദേഹം മഹാപ്രഭുവിൻ്റെ എക്സ്പ്ലനേഷനിലൂടെ അദ്ദേഹം കംപ്ലീറ്റ്ലി മാറിയെന്ന് മാത്രമല്ല, മഹാപ്രഭുവിൻ്റെ വളരെ പ്രിയപ്പെട്ട പാർഷദനായി മാറി. അതിനുശേഷം ആ സെക്ഷനൊക്കെ വളരെ ഭംഗിയാണ്. എനിവേ, പിന്നെ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മളിവിടെ ബേസിക് കുറച്ച് തത്വങ്ങൾ പറഞ്ഞു. ഒന്നും കൂടെ മായാവാദം എന്താണ്, നിരാകാരവാദം എന്താണ്, മായാവാദി സന്യാസിമാരുടെ അവർ ചെയ്യുന്ന കാര്യം എന്തുമാത്രമേ ഉള്ളൂ, വേദാന്തങ്ങൾ പഠിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ ഡിക്ഷണറിയിൽ അപ്പുറത്തേക്കൊന്നും അവർക്കറിയില്ല. എന്നാൽ സങ്കീർത്തനവും ഭാഗവത ധർമ്മം, മഹാപ്രഭു ഫോളോ ചെയ്തിരുന്ന ഭാഗവത ധർമ്മമാണ്. അപ്പോൾ ഭാഗവത ധർമ്മമാണ് നമ്മളും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഫോളോ ചെയ്യേണ്ടത്. മറ്റുള്ളതൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ പ്രകാശാനന്ദ സരസ്വതിയും സർവം ഭട്ടാചാര്യയും പോലുള്ള ആ ഒരു ലെവലിലുള്ള ആളുകൾ നിരാകാരവാദികളിൽ അന്നത്തെ കാലത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവരത്രയും. ഇപ്പോൾ സർവം ഭട്ടാചാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ജഗന്നാഥ്പുരിയിലെ അമ്പലത്തിലെ പൂജാരി മാത്രമല്ല, അവിടെയുള്ള ഏറ്റവും വലിയ ഗുരുസ്ഥാനത്തുള്ളൊരു വ്യക്തിയായിരുന്നു. എല്ലാവരും ബഹുമാനിക്കുന്ന വ്യക്തിയായിരുന്നു.
അവിടുത്തെ ഒറീസയിലെ രാജാവിൻ്റെ ഗുരുസ്ഥാനത്താണ് സർവം ഭട്ടാചാര്യ ഉണ്ടായിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ശാസ്ത്രങ്ങളിൽ അത്രയും വേദങ്ങൾ അരച്ച് കലക്കി കുടിച്ച വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ കൺക്ലൂഷൻ മായാവാദമായിരുന്നു. അതാണ് മഹാപ്രഭു മാറ്റിയത്. അതുകൊണ്ട് അത് മാറിയപ്പോൾ സർവം ഭട്ടാചാര്യയുടെ ഫോളോവേഴ്സ് എല്ലാവരും ഭാഗവതധർമ്മം ഫോളോ ചെയ്തു തുടങ്ങി, മഹാപ്രഭുവിൻ്റെ ഫോളോവേഴ്സായി മാറി. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതേപോലെയാണ് പ്രകാശാനന്ദ സരസ്വതിയുടെ, അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹത്തിന് കൂടെയുള്ളവർ മാറുന്നു. ഇവർ രണ്ടുപേരും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള മായാവാദി നിരാകാരവാദികളായിരുന്നു. അവർ രണ്ടുപേരും മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ട് പരിശുദ്ധ ഭക്തരായി മാറുന്നു. അടുത്ത ശ്ലോകം 42. മൂർഖ സന്യാസി നിജ ധർമ്മ നാഹി ജനെ ഭാവുകഹ ഇയ ഫേരെ ഭാവുകേ രസനെ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 42. മൂർഖ സന്യാസി നിജ ധർമ്മ നാഹി ജാനെ ഭാവുകഹ ഇയ ഫേരെ ഭാവുകേ രസനെ. വിവർത്തനം ഭാവാർത്ഥം. എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഈ ചൈതന്യ മഹാപ്രഭു പഠിപ്പില്ലാത്തവനായ ഒരു സന്യാസിയാകയാൽ അവിടുന്ന് യഥാർത്ഥ സന്യാസ ധർമ്മത്തെ കുറിച്ച് അറിവില്ല. സ്വന്തം വികാരങ്ങളാൽ മാത്രം നയിക്കപ്പെടുന്ന അദ്ദേഹം മറ്റു വികാര ദുർബലരോടൊപ്പം അലഞ്ഞു തിരിയുന്നു. ഭാവാർത്ഥം. പാടുകയും ആടുകയും ചെയ്യുന്നവർക്ക് തത്വജ്ഞാനമില്ലത്രേ. കൃഷ്ണാബോധത്തിന്റെ സുദൃഢമായ അതീന്ദ്രിയ തത്വങ്ങളെക്കുറിച്ച് അജ്ഞരായ മായാവാദികളുടെ എടുത്തുചാടിയുള്ള നിഗമനം. കൃഷ്ണാബോധവാനായ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വേദാന്ത തത്വത്തിൽ പൂർണ്ണജ്ഞാനമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ വേദാന്ത സൂത്രത്തിന്റെ യഥാർത്ഥ ഭാഷ്യമായ ശ്രീമദ് ഭാഗവതം പഠിക്കുകയും പരമദിവ്യത്വ പുരുഷനായ ഭഗവാന്റെ വചനങ്ങളായ ഭഗവത്ഗീത യഥാരൂപം പിന്തുടരുകയും ചെയ്യുന്നു. ഭാഗവത ധർമ്മം മനസ്സിലാക്കുക വഴി ആത്മീയാവബോധത്തിൽ പൂർണ്ണതയായി സ്ഥിതി ചെയ്യുന്ന അവരുടെ ജപവും നൃത്തവും ആത്മീയ വിധാനത്തിലുള്ളവയാണ്, പ്രാപഞ്ചിക തലത്തിലുള്ളതല്ല. ഭക്തന്മാരുടെ ജപവും ആനന്ദ നൃത്തവും പൊതുവെയുള്ള എല്ലാവരും പ്രശംസിക്കുകയും അതിനാൽ നമ്മൾ ഹരേ കൃഷ്ണക്കാർ എന്ന് പ്രസിദ്ധരായി അറിയപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും അറിവിന്റെ അപൂർണത കാരണം മായാവാദികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുവാനാവില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മൾ ഓൾറെഡി ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ചൈതന്യ മഹാപ്രഭു സ്വയം പറയുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ, മായാവാദി സന്യാസികളുടെ മുമ്പിൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ മൂർഖനാണ്, അതായത് എനിക്കൊന്നും ഒരു അറിവുമില്ലാത്ത വ്യക്തിയാണ്, എനിക്കിതൊന്നും പഠിക്കാനുള്ള വേദാന്തങ്ങൾ പഠിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ എന്നാൽ ശരിക്കും അങ്ങനെയല്ല. അത് മായാവാദികളുടെ അവരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു കഴിഞ്ഞു. ഭാഗവത ധർമ്മമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പരോധർമ്മം, അതായത് ഭക്തിയുത സേവനങ്ങളാണ് എല്ലാം. അതിൽ ഡാൻസ് വരുന്നു, കീർത്തനം വരുന്നു, എല്ലാം ഇതെൻ്റെ പാർട്ടാണ്, നാമസങ്കീർത്തനത്തിൻ്റെ പാർട്ടാണ്. സങ്കീർത്തനം, നാമജപം, ഇതെല്ലാം ആ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ഗോലോക വൃന്ദാവനത്ത് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഗോലോക വൃന്ദാവനമാണ്. ഗോലോക വൃന്ദാവനത്തിൽ രാധാകൃഷ്ണൻ, അതേപോലെ സഖിമാരും, ഇവരെല്ലാവരും സ്ഥിരമായിട്ട് ലീലയുടെ ഭാഗങ്ങളായിട്ട് ലീലയിലൊക്കെ അവർ ഡാൻസ് കളിക്കുന്നുണ്ട്, കീർത്തനം ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവരും ചെയ്യുന്നത്. അവിടെ അവർ ചെയ്യുന്നത് അതാണെന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അതാണ് പറയുന്നത്. ഈ കീർത്തനവും എല്ലാം വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടാണ്. നമ്മൾ ഇവിടെ ഭൗതിക ലോകത്തിലിരിക്കുന്നു, നല്ല ഒറിജിനലി നടക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് ഈ കീർത്തനം നമ്മൾ ചൊല്ലുന്നതും ഡാൻസ് നമ്മൾ പ്രോപ്പർലി, അതായത് കീർത്തനത്തിലുള്ള ആ ഒരു ഗ്രേസ്ഫുള്ളായിട്ടുള്ള നല്ല ഭാവത്തിൽ ചെയ്യുന്ന ഡാൻസും നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ അത് പരിശുദ്ധമായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യും. കാര്യം അവിടെയും ഇത് നടക്കുന്നു, അവിടെയാണ് നടക്കുന്നത്, അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ അതിൽ പല മായവും കലരും, അതാണ് വേറെ പ്രശ്നം. അവിടെ രാധാകൃഷ്ണൻ്റെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സഖിമാരും പാർഷദരും എല്ലാവരും ഡാൻസ് കളിക്കുന്നു, കീർത്തനം ചെയ്യുന്നതൊക്കെ. ഇവിടെ വരുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനാവും, അല്ലെങ്കിൽ പല തലതിരിഞ്ഞിട്ടുള്ള കാര്യങ്ങളും വരും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഭൗതിക ലോകം എന്ന് പറയുന്നത് തന്നെ
തലതിരിഞ്ഞിട്ടുള്ള പ്രതിഫലനമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഊർധമൂല അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. അല്ല, അശ്വത്ഥമരം അല്ലെങ്കിൽ ആൽമരം തലതിരിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതാണ് ഭൗതിക ലോകം. അതേപോലെയാണ് അവിടെയുള്ളതിൻ്റെ നേരെ തലതിരിഞ്ഞ പ്രതിഫലനമാണ് എല്ലാം. അപ്പോൾ എനിവേ, ഇപ്പോൾ ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ജപമാവട്ടെ, ഹരികീർത്തനമാവട്ടെ, കൃഷ്ണകഥയാവട്ടെ, ഭഗവാനെക്കുറിച്ചുള്ള ചർച്ചകളാവട്ടെ, ഇതൊക്കെ തന്നെയാണ് അവിടെ പോയാലും ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിൻ്റെ ഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവും. അവിടെ ചെയ്യുന്നത് ഇതേപോലെ ക്ലാസ്സിലിരുന്നിട്ട് ചെയ്യുന്നതല്ല. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിന് രാധാകൃഷ്ണനെ കുറിച്ചിട്ടോ, കൃഷ്ണൻ ഇന്ന് അവിടെ കൃഷ്ണൻ്റെ ആലിയിൽ നടന്ന് ഇന്ന് അവിടെ പോയ കാര്യം, അല്ലെങ്കിൽ അവരുടെ ലീലകൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച്മെൻറ്റ് ചെയ്യേണ്ട കാര്യമാവട്ടെ, അല്ലെങ്കിൽ യശോധറാണി നന്ദ മഹാരാജ് അവർ തമ്മിലുള്ള കോൺവെർസേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മണിഗ്രീവനും നളകുബേരനും അവിടെ മധുഖണ്ഡ സിഗ്നഖണ്ഡ എന്ന് പറഞ്ഞ 2 പേരായിട്ടാണ് അറിയപ്പെടുന്നത്. ജീവഗോസ്വാമി പറയുന്നുണ്ട്, മണിഗ്രീവ നളകുബേര അവരെ മരങ്ങളിൽ നിന്ന്, മരത്തിൻ്റെ ശരീരത്തിൽ നിന്നും ദാമോദരൻ രക്ഷിച്ചതിന് ശേഷം, അവർക്ക് മുക്തി കിട്ടുന്നതിന് ശേഷം ശ്രീല ജീവഗോസ്വാമി പറയുന്നു അവർ ഗോലോക വൃന്ദാവനത്തിലേക്ക് ഡയറക്റ്റ്ലി വിടുന്നത്. അവരുടെ പ്രാർത്ഥന അതായിരുന്നു. അതനുസരിച്ച് അവരെ അങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അല്ലാതെ തിരിച്ച് അവർ കുബേരൻ്റെ മക്കളായി പോയിട്ടില്ല എന്നാണ് പറയുന്നത്. ജീവഗോസ്വാമിയുടെ കൺക്ലൂഷൻ അതാണ്. അവർ മധുകണ്ഠ സ്നിഗ്ധകണ്ഠ, ഇവരുടെ ജോലി എന്താണ്? ഇവരുടെ സേവനം എന്താണ്? ഗോലോക വൃന്ദാവനത്തിൽ എല്ലാ വീടുകളിലും പോയി കൃഷ്ണനെക്കുറിച്ചുള്ള ന്യൂസ് കൊടുക്കുക. നല്ല ജോലി. അപ്പോൾ അത് കേൾക്കാൻ ആളുകളുണ്ട്. അവിടെ ഇന്ന് നടന്ന കാര്യം അല്ലെങ്കിൽ തലേദിവസം നടന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയും അവർ. ആക്ച്വലി ഗോപാൽ ചമ്പു എന്ന് പറയുന്ന ജീവഗോസ്വാമിയുടെ പുസ്തകം തന്നെ മധുകണ്ഠയും സ്നിഗ്ധകണ്ഠ മധുകണ്ഠ ഇവർ പറയുന്നത് ഭക്തരോട് പറയുന്ന ഒരു കോൺവെർസേഷൻ്റെ രൂപത്തിലാണ് ഗോപാൽ ചമ്പു തന്നെ ജീവഗോസ്വാമി എഴുതിയിട്ടുള്ളത്. അങ്ങനെയാണ് അതിനെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. എനിവേ, ദശമസ്കന്ധത്തിലെ ലീലകളെല്ലാം അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഗോപാൽ ചമ്പുവിൽ വരുന്നത്. ഇപ്പോൾ പല ആംഗിളിലൂടെ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തിട്ടുള്ള ഗോപാഷ്ടമി ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിലെ കുറേ കാര്യങ്ങൾ ഗോപാൽ ചമ്പുവിലുണ്ട്. അതിൽ നിന്ന് കേട്ടതും വായിച്ചതുമൊക്കെ നമ്മളന്ന് ചർച്ച ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് മധുഖണ്ഡ സ്നിഗ്ധഖണ്ഡ. അപ്പോൾ അവർ ചെയ്യുന്ന ജോലി ഇതേപോലെ ഭഗവാനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, പല സ്ഥലങ്ങളിലും പറയുന്നു. അപ്പോൾ അതൊരു സേവനമാണ്. അപ്പോൾ ഹരികീർത്തനം നടക്കുന്നുണ്ട്. മാത്രമല്ല, ഗോപികമാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നുണ്ട്, രാധയെക്കുറിച്ചും കൃഷ്ണനെക്കുറിച്ചും. കൂട്ടുകാരും ചർച്ച ചെയ്യുന്നു, കൃഷ്ണൻ്റെ കൂടെ കളിച്ച കാര്യം. ഇതൊക്കെ കൃഷ്ണകഥ മാത്രം. ഭഗവാനില്ലാത്ത ഒരു ചർച്ച അവിടെയില്ല. ഭഗവാനെക്കുറിച്ചല്ലാത്ത, കൃഷ്ണനാണ് കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു ചർച്ച ഗോലോക വൃന്ദാവനത്തിലില്ല. അതുകൊണ്ട് എല്ലാം അവർ പറയുന്നത് എല്ലാം ഹരികീർത്തനമാണ്, ഹരികഥയാണ്. കഥാഗാനം, നാട്യം, അതായത് അവിടെ നടക്കുന്നത് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. എല്ലാം നടക്കുക എന്ന് പറയുന്നത് ഡാൻസ് പോലെയാണെന്ന് പറയുന്നത് കീർത്തനത്തിൽ. അതേപോലെ പറയുന്നത് ഹരികഥ പോലെയാണ്. എന്ത് പറയുന്നു അത് ഹരികഥയാണ്. കൃഷ്ണനല്ലാതെ, കൃഷ്ണൻ ഇല്ലാത്തൊരു ടോപ്പിക് അവിടെ ഇല്ല. എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു പ്രാക്ടീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ എന്ന് പറഞ്ഞ് നമ്മളതിനെ മാറ്റി വയ്ക്കുകയല്ല. ഇന്ന് അല്ലെങ്കിൽ ഈ ജന്മത്തിൽ സാധിക്കുമെന്ന് മനസ്സിലെങ്കിലും ദൃഢവിശ്വാസത്തോടു കൂടി അതിനെ പരിശ്രമിക്കണം നമ്മൾ. അടുത്ത ജന്മത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമില്ല. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യണം. ബാക്കി പിന്നെ ഭഗവാന്റെ കയ്യിലാണ്. ആ വിശ്വാസം ഭഗവാന്റെയും ഗുരുവിൻ്റെ കയ്യിലാണ്. ബാക്കി എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്ത ശ്ലോകം. ഏ സഭ 43. ഏ സഭ ശുനിയ പ്രഭു ഹാസെ മനെ മനെ ഉപേക്ഷാകാരിയ കരോ ന കൈല സംഭാഷണേ. ये सब सुनिया प्रभु हसे मने मने ഉപേക്ഷാ കരിയ കാരോ ന കൈല സംഭാഷണേ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കീ ജയ്. ഈ നിന്ദകളെല്ലാം ശ്രവിച്ചപ്പോൾ മഹാപ്രഭു ആഗതമായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു.
ആത്മഗതമായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ആരോപണങ്ങളെല്ലാം അവഗണിച്ചു. എന്നാൽ അവിടുന്ന് മായാവാദികളുമായി സംഭാഷണം നടത്തിയില്ല. ഭാവാർത്ഥം: കൃഷ്ണഭക്തന്മാരെന്ന നിലയിൽ നാം മായാവാദികളുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ട് അമൂല്യമായ സമയം നഷ്ടപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും സ്വതവേ വന്നനുഭവിക്കുന്ന അവസരങ്ങളിലെല്ലാം അവരിൽ കൃഷ്ണാവബോധ തത്വങ്ങൾ ശക്തമായും വിജയപ്രദമായും ഊട്ടിയുറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇപ്പോൾ മഹാപ്രഭു ഈ മായാവാദികളുടെ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന കൺക്ലൂഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം അത് ചിരിച്ച് അതിനെ അധികം അതിനത്ര വലിയ വില കൊടുക്കാറില്ല. ഓക്കെ, അവർ പറയാനുള്ളത് പറയട്ടെ. അടികൂടാൻ പോകാറില്ല അധികം സംസാരിക്കുന്നില്ല. മഹാപ്രഭു ഒഴിഞ്ഞു മാറുകയുള്ളൂ. ഈവൻ പ്രകാശാനന്ദ സരസ്വതിയുടെ കാര്യത്തിൽ കഥയിൽ നമ്മൾ ആ ഒരു ലീലയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാപ്രഭു ഇനീഷ്യലി അവിടെ പോകാൻ തന്നെ തയ്യാറായില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം ചിന്തിക്കുന്നു, അവരെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രചരണം ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരുവാണ് മഹാപ്രഭു. അങ്ങനെയാണ് പിന്നീട് അവിടെ അദ്ദേഹം പോകുന്നതും അവരെ മാറ്റുന്നതും. അവരുടെ മനസ്സിൽ ശരിയായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ധാരണകളെല്ലാം മാറ്റി ശരിയായിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുക്കും, ഭഗവത് ധർമ്മം പറഞ്ഞു കൊടുക്കുന്നത്. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, നമ്മളെ സംബന്ധിച്ച് മായാവാദികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതാണ് നല്ലത്. കാര്യം ഒന്ന്, സമയം പാഴാവുന്നത് മാത്രമല്ല, അവരുടെ കൺക്ലൂഷൻസും അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസും അവരുടെ ഫിലോസഫി ആക്ച്വലി തെറ്റുണ്ട് എന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ ചിലപ്പോൾ സ്ട്രോങ് ആയിരിക്കും. ആ പ്രസൻറ്റേഷൻ സ്ട്രോങ് ആവുമ്പോൾ നമ്മുടെ തത്വങ്ങൾ നമുക്ക് പ്രോപ്പർലി അറിയുന്നില്ലെങ്കിൽ, നമുക്ക് ശാസ്ത്രങ്ങളെക്കുറിച്ച് ഉള്ള ഒരു ധാരണയില്ലെങ്കിൽ, പ്രോപ്പറായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളിലില്ലെങ്കിൽ ഒരുപക്ഷെ അവരുടെ തത്വം ശരിയാണെന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ചിന്താഗതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുമായിട്ട് സമ്പർക്കം കൂടാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. എന്നാൽ പ്രഭുപാദ് പറയുന്നു, എന്നാൽ കഴിവുള്ള ആളുകൾ അതായത് ഉത്തമാധികാരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ശാസ്ത്രങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾ, പിന്നെ അതുമാത്രമല്ല മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനുള്ള എല്ലാ പവറും ഉള്ള അല്ലെങ്കിൽ അതിൻ്റെ കഴിവുള്ളവർ, അങ്ങനെയുള്ളവർക്ക് മായാവാദികൾ വരട്ടെ, ആര് വരട്ടെ, അവരെ പറഞ്ഞ് അവരുടെ വാദത്തെ തിരിച്ച് ഡിബേറ്റ് ചെയ്ത് തോൽപ്പിച്ച് ശരിയായിട്ടുള്ള തത്വം മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ മഹാപ്രഭു വളരെ സിമ്പിളായിട്ടാണ് സർവം ഭട്ടാചാര്യയുടെ മുമ്പിൽ ചെയ്തത്. അദ്ദേഹം ഒന്നും അവിടെ ഫൈറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന് കൺവിൻസായി. അതേപോലെ പ്രകാശാനന്ദ സരസ്വതിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മഹാപ്രഭു കാര്യങ്ങൾ പറഞ്ഞു, തത്വങ്ങൾ പ്രസൻറ്റ് ചെയ്തു, അവിടെ വലിയ അടിയിലേക്കൊന്നും പോയില്ല. മഹാപ്രഭുവിനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. അതുവരെ ഒരക്ഷരം വേണ്ടിയില്ല. പറഞ്ഞു തുടങ്ങിയപ്പോൾ ഒന്ന് കഴിഞ്ഞ അടുത്ത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം എല്ലാം A to Z എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവസാനം അവർക്ക് കൺവിക്ഷനായി. 44 ഉപേക്ഷ കരിയ കൈല മഥുര ഗമന മഥുര देखिय पुनः कैला आगमन. हरे कृष्ण प्रभु. उपेक्षा करिया कैला मथुर गमना मथुर देखिया पुनः कैला आगमन. वर्तनम भावार्थम by His Divine Grace अभय चरणारविंद भक्ति वेदांत स्वामी श्रील प्रभुपाद की जय. വാരണാസി മായവാദികളുടെ നിന്ദകളെ അവഗണിച്ച് മഹാപ്രഭു മധുരയിലേക്ക് യാത്ര പുറപ്പെട്ടു. മധുര സന്ദർശനത്തിനു ശേഷം വീണ്ടും വാരണാസിയിലേക്ക് മടങ്ങിയെത്തി. ഭാവാർത്ഥം: ആദ്യം വാരണാസി സന്ദർശിച്ചപ്പോൾ മഹാപ്രഭു മായാവാദികളുമായി സംഭാഷണം നടത്തിയില്ല. എന്നാൽ വേദാന്തത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം അവരെ ബോധ്യപ്പെടുത്തുവാനായി അവിടുന്ന് മധുരയിൽ നിന്നും വാരണാസിയിലേക്ക് മടങ്ങി വന്നു. ഹരേ കൃഷ്ണ. ആദ്യം അദ്ദേഹം വാരണാസിയിൽ വന്നു. ആ സമയത്ത് മഹാപ്രഭു ഒന്നും പറഞ്ഞിട്ടില്ല, എവിടെയും ആരെയും കാണാൻ പോയിട്ടില്ല, ആരോടൊന്നും സംസാരിച്ചിട്ടില്ല. അത് തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോയി, മധുരയിലേക്ക് പോകുന്നു, വൃന്ദാവനത്തിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും വരുന്നു വാരണാസിയിലേക്ക്. അപ്പോഴാണ് പിന്നെ കാര്യങ്ങൾ അദ്ദേഹം പ്രകാശാനന്ദ സരസ്വതിനെ കാണുന്നതും അല്ലെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ മാറുന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ഇനി പറയുന്നു ഇവിടെ, കാശീത്തെ ലേഖാക ശൂദ്ര ശ്രീചന്ദ്രശേഖർ താരഘരെ രാഹില പ്രഭു സ്വതന്ത്ര ഈശ്വര. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാശീതെ ലേഖക ശൂദ്ര ശ്രീചന്ദ്രശേഖര താണ്ഡ്രഖരേ രഹില പ്രഭു സ്വതന്ത്ര ഈശ്വര.
വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീ ചന്ദ്രശേഖരൻ ഒരു ശൂദ്രനായി കാര്യസ്ഥനായി പരിഗണിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണ മഹാപ്രഭു ചന്ദ്രശേഖരന്റെ ഗൃഹത്തിൽ തന്നെ താമസിക്കുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ ദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ അവിടുന്ന് പരിപൂർണ സ്വതന്ത്രനാണല്ലോ. ഭാവാർത്ഥം ആചാര്യമനുസരിച്ച് ഒരു സന്യാസി ശൂദ്രന്റെ ഗൃഹത്തിൽ താമസിക്കുവാൻ പാടില്ലെങ്കിലും മഹാപ്രഭു ഒരു ഗുമസ്തനായ ചന്ദ്രശേഖരന്റെ ഗൃഹത്തിൽ താമസിക്കുകയുണ്ടായി. ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനല്ലാത്ത ഏതൊരാളെയും അവൻ ഉന്നത കുലങ്ങളായ ക്ഷത്രിയ വൈശ്യ വിഭാഗത്തിലാണെങ്കിൽ പോലും ശൂദ്രനായി പരിഗണിക്കുന്ന സമ്പ്രദായം 500 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേകിച്ചും ബംഗാളിൽ നിലനിന്നിരുന്നു. ശ്രീ ചന്ദ്രശേഖരൻ ഉത്തര ഭാരതത്തിലെ കായസ്ഥ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഗുമസ്തനായിരുന്നുവെങ്കിലും അദ്ദേഹത്തെ ഇതിനാൽ ശൂദ്രനായി പരിഗണിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ചും വൈശ്യരിൽപ്പെട്ട സുവർണ വണിക് സമുദായക്കാരെയും വൈദ്യന്മാരുടെ ഉപജീവനം നടത്തിയിരുന്ന സമുദായക്കാരെയും ശൂദ്രനെന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്നു. സ്വാർത്ഥമതികളായ ഒരു വിഭാഗം ജനങ്ങൾ അവതരിപ്പിച്ച ഈ കൃത്രിമ തത്വങ്ങളെ ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വീകരിച്ചിരുന്നില്ല. ബ്രാഹ്മണരിൽ നിന്നുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പിന്നീട് കായസ്ഥർ, വൈദ്യർ, വണികർ എന്നിവരെല്ലാം പൂണൂൽ സ്വീകരിക്കുവാൻ തുടങ്ങി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കാലത്തിന് മുമ്പ് വൈശ്യരായ സുവർണ വണിക് സമുദായത്തെ വ്യക്തിവൈരാഗ്യം മൂലം അപ്പോഴത്തെ ബംഗാളിലെ രാജാവായ ബല്ലാൽ സേൻ ശിക്ഷിക്കുകയുണ്ടായി. ധനകാര്യ സ്ഥാപനങ്ങളും സ്വർണം, വെള്ളി എന്നിവയിൽ കച്ചവടം നടത്തിയിരുന്നതിനാൽ സുവർണ വണിക സമുദായം എല്ലായ്പ്പോഴും ബംഗാളിലെ ധനികരായിരുന്നു. അതിനാൽ ബല്ലാൽ സേൻ ഒരു സുവർണ വണിക പണമിടപാടുകാരിൽ നിന്ന് കടം വാങ്ങുക പതിവായിരുന്നു. എന്നാൽ ബല്ലാൽ സേനിന്റെ നിർധനത്വം മൂലം ഈ കടമിടപാട് പിന്നീട് ആ സുവർണ വണിക് ബാങ്ക് അധികാരി നിർത്തുകയുണ്ടായി. ഇതിൽ കുപിതനായ ബല്ലാൽ സേൻ സുവർണ വണിക സമുദായത്തെ അടക്കം ശൂദ്രരാക്കി ശിക്ഷിക്കുകയുണ്ടായി. സുവർണ വണിക സമുദായത്തെ വൈദിക ബ്രാഹ്മണ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരായി സ്വീകരിക്കാതിരിക്കാൻ ബല്ലാൽ സേൻ ബ്രാഹ്മണ സമുദായത്തെ പ്രേരിപ്പിച്ചു. ചില ബ്രാഹ്മണർ ബല്ലാൽ സേനിന്റെ നിർദ്ദേശം സ്വീകരിച്ചുവെങ്കിലും മറ്റുള്ളവർ അത് അംഗീകരിച്ചില്ല. ഇപ്രകാരം ബ്രാഹ്മണ സമുദായം തന്നെ രണ്ടായി വിഭജിക്കുകയുണ്ടായി. സുവർണ വണികരെ പിന്താങ്ങിയിരുന്ന ബ്രാഹ്മണർ സമുദായത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടു. ബംഗാളിൽ ഇപ്പോഴും ഇത് പിന്തുടർന്നു വരുന്നു. ബംഗാളിലെ ധാരാളം വൈഷ്ണവ കുടുംബങ്ങളിലെ അംഗങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവരല്ലെങ്കിലും ദീക്ഷാ ഗുരുക്കന്മാരാകുകയും വൈഷ്ണവ തന്ത്രം അനുശാസിക്കുന്നതിനനുസരിച്ച് ശിഷ്യന്മാർക്ക് പൂണൂൽ നൽകുകയും ചെയ്തു വരുന്നു. ഉദാഹരണമായി രഘുനന്ദനാചാര്യൻ, കൃഷ്ണദാസ ഠാക്കൂർ, നവനി ഹോഡ, രസികാനന്ദ ദേവൻ, ശ്യാമാനന്ദ പ്രഭുവിന്റെ ഒരു ശിഷ്യൻ എന്നിവരുടെ കുടുംബങ്ങളിൽ ബ്രാഹ്മണ ദീക്ഷാ ചടങ്ങുകൾ നിർവഹിക്കുക പതിവാണ്. ഈ സമ്പ്രദായം കഴിഞ്ഞ 300-400 വർഷങ്ങളോളമായി തുടർന്നു വരുന്നു. ബ്രാഹ്മണകുല ജാതരായവരെ ശിഷ്യന്മാരെ സ്വീകരിക്കുന്ന വൈഷ്ണവതന്ത്രം അനുസരിച്ച് തികച്ചും യോഗ്യതയുള്ള ഈ ആത്മീയ ഗുരുക്കന്മാർക്ക് അർച്ച വിഗ്രഹത്തോടൊപ്പം സാളഗ്രാമ ശിലാപൂജയ്ക്ക് അനുയോജ്യമായ സാഹചര്യവുമുണ്ട്. ഇതെഴുതുന്ന കാലത്ത് നമ്മുടെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിൽ ഇതുവരേക്കും സാളഗ്രാമ ശിലാപൂജ ആരംഭിച്ചിട്ടില്ല. എന്നാൽ ഉടൻ തന്നെ നമ്മുടെ അമ്പലങ്ങളിലെല്ലാം അർച്ചനാ പദ്ധതിയുടെ വിഗ്രഹാരാധനയുടെ ഒരു പ്രധാന ഭാഗമായി ഈ പൂജയും സമാരംഭിക്കുന്നതാണ്. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. മഹാപ്രഭു അങ്ങനെ തിരിച്ച് വാരണാസിയിലേക്ക് വരുന്ന സമയത്ത് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഭക്തൻ്റെ വീട്ടിലാണ് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വാരണാസിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഭക്തരായിട്ട്. ബാക്കി എല്ലാവരും മായാവാദികളായിരുന്നു. ഒന്ന് ചന്ദ്രശേഖരായിരുന്നു, 2 നമ്മുടെ രഘുനാഥ് ദാസ് ഗോസ്വാമിയും അച്ഛനും, രഘുനാഥ് ഭട്ട് ഗോസ്വാമി, പിന്നെ അതേപോലെ അവരുടെ ഫാമിലിയും, പിന്നെ മൂന്നാമതൊരു ബ്രാഹ്മണനും കൂടെ ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രൻ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മഹാപ്രഭു രണ്ടാമത് പോയ സമയത്ത് ചന്ദ്രശേഖരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നിവിടെ പറയുന്നു. ചന്ദ്രശേഖരൻ കായസ്ഥ കുടുംബത്തിൽ, അതായത് അദ്ദേഹം ശൂദ്ര കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു, ബ്രാഹ്മണനൊന്നും ആയിരുന്നില്ല. മഹാപ്രഭു ഇതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നു. മഹാപ്രഭു ഇതൊന്നും നോക്കാത്ത വ്യക്തിയാണ്. മഹാപ്രഭു ജാതിയും കുലവും ഒന്നും നോക്കില്ല. ഭക്തരാണോ അത് ജാതിയും കുലവും വ്യത്യാസം ഇല്ല, അല്ലേ? ബ്രാഹ്മണരെന്ന് വിളിക്കുന്നത് ഗുണം കൊണ്ടായിരിക്കണം, അല്ലാതെ ജന്മം കൊണ്ടല്ല, ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും ആയിരിക്കണം, അല്ലേ? നമുക്കറിയാം. അതേപോലെ നാഹം വിപ്രോ ന ച നരപതി നാഹി വൈശ്യോ ന ശൂദ്രോ, ആ ശ്ലോകത്തിൽ പറയുന്നു, നമ്മൾ ഗോപി ഭർത്തു പദകമലയൂർ ദാസാനുദാസ്, അല്ലാതെ ശൂദ്രനുമല്ല, ഗൃഹസ്ഥനുമല്ല,
സന്യാസിയുമല്ല. ഇതൊക്കെ എക്സ്റ്റേണൽ ഡെസിഗ്നേഷൻസ് ആണ്. നമ്മളെല്ലാവരും ഭഗവാന്റെ സേവകരാണ്. അതാണ് ശരിയായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ മഹാപ്രഭു അത് അങ്ങനെയായിരുന്നു എല്ലാം ഫോളോ ചെയ്തിരുന്നത്. ചന്ദ്രശേഖർ ഒരു ഭക്തനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നു. പിന്നീട് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഇവിടെ കായസ്ഥരെക്കുറിച്ചും വൈദ്യരെക്കുറിച്ചും ഈ വണിക്കരെക്കുറിച്ചും സുവർണ വണിക് എന്നൊക്കെ പറയുന്ന പല ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് കാസ്റ്റ് സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. അതിൽ പ്രത്യേകിച്ചും ബംഗാളിലുണ്ടായിരുന്ന സുവർണ വണിക് എന്ന് പറയുന്നത്, ഇത് ജസ്റ്റ് പ്രഭുപാദ് ഇവിടെ പറഞ്ഞെന്ന് മാത്രം. അത് അങ്ങനെ ഒരു 2 വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. ചിലവർ അത് ഈ ബ്രാഹ്മണ കുലത്തിൽ തന്നെ 2 പാർട്ടീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് സ്പ്ലിറ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞു. സുവർണ വണിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒന്ന്, പിന്നെ അല്ലാത്തവർ വേറെ. അങ്ങനെ 2 ഡിഫറെൻറ്റ് വൈഷ്ണവ ഫാമിലീസ് ട്രഡീഷൻസ് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പ്രഭുപാദ് പറയുന്നു, ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കണം എന്നില്ല. ആചാര്യന്മാരിൽ നിന്ന്, നല്ല വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് ദീക്ഷ കിട്ടി ബ്രാഹ്മണരായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ വൈഷ്ണവ തന്ത്രങ്ങൾ, അല്ലെങ്കിൽ വൈഷ്ണവരെന്നവരെയും വിളിക്കും. വൈഷ്ണവ ബ്രാഹ്മണന്മാരവർ. ഇപ്പോൾ ഹരികൃഷ്ണ പ്രസ്ഥാനത്തിലുള്ള ഒരുപാട് പേര് ബ്രാഹ്മണ ദീക്ഷ എടുത്തിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ ജന്മം കൊണ്ട് ബ്രാഹ്മണ കുടുംബത്തിലായിരിക്കില്ല, പക്ഷേ വൈഷ്ണവ ആചാര്യന്മാരുടെ അവർ പറഞ്ഞു തരുന്ന ഫോളോ ചെയ്യുമ്പോൾ, നമ്മൾ വൈഷ്ണവ ട്രഡീഷൻ ഫോളോ ചെയ്യുമ്പോൾ, അങ്ങനെ നമുക്ക് ക്വാളിഫിക്കേഷൻ ആയെന്ന് ഗുരുവിന് തോന്നിക്കഴിഞ്ഞാൽ ബ്രാഹ്മണ ദീക്ഷ നമുക്ക് തരും. അപ്പോൾ ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ വൈഷ്ണവ ബ്രാഹ്മണർ പൂണൂലുണ്ടാവും. അവർ ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അവർക്ക് അമ്പലത്തിൽ പൂജ ചെയ്യാനുള്ള, വിഗ്രഹാരാധന ചെയ്യാനുള്ള അധികാരമുണ്ട് ശരിക്കും. പക്ഷേ ഒരുപക്ഷെ കേരളത്തിലുള്ള അമ്പലങ്ങൾ, ട്രഡീഷണൽ അമ്പലങ്ങളിൽ സമ്മതിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലെ അമ്പലങ്ങളിലൊക്കെ ക്വാളിഫിക്കേഷൻ, നമ്മൾ എവിടെ ജനിച്ചു എന്നുള്ളതൊന്നും അവിടെ ഒരു വിഷയമല്ല. അത് ഈ ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു ആചാര്യനിൽ നിന്ന് ബ്രാഹ്മണ ദീക്ഷ കിട്ടിയിട്ടുണ്ടോ, അവർ വിഗ്രഹാരാധന ചെയ്യുവാനും പൂജകൾ ചെയ്യാനുമുള്ള ഒരു ക്വാളിഫിക്കേഷൻ അവർക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നു. ഇതാണ് ആക്ച്വലി ഭാഗവത ധർമ്മം. കർമ്മം കൊണ്ട്, ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടായിരിക്കണം ബ്രാഹ്മണർ. സോ അതൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുന്ന 2 വർഷം മുമ്പ് നാട്ടിൽ പോയ സമയത്ത് ഇതുപോലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഏത് ഫാമിലിയിൽ നിന്നാണ് ഞാനെന്നറിയാം. അപ്പോൾ അവിടെ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ സാധാരണ ആദ്യമൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നാട്ടിൽ പോകുന്ന പോലെ ഷർട്ട് ഇടാതെ, 2 മുണ്ടും ചിലപ്പോൾ ഇടാറില്ല, ചിലപ്പോൾ അരയിൽ കിട്ടും, അങ്ങനെയൊക്കെ പോകാറ്. അതാണ് ഒരു രീതി ശീലിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ബ്രാഹ്മണ ദീക്ഷ ഉള്ളതുകൊണ്ട്, പൂണിലുള്ളതുകൊണ്ട് അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ 2 മുണ്ടൊക്കെ ധരിച്ചിട്ടാണ് പോവാറ്. കാര്യം അവർ വിചാരിക്കും അവർക്കൊന്നാമത് ഹരേകൃഷ്ണ പ്രസ്ഥാനം അറിയുന്നുണ്ടാവില്ല. അവർ വിചാരിക്കും ഇതെന്താ സംഭവം എന്നറിയില്ല. ഈ വാരരായിട്ടുള്ള ഒരാൾ ഇപ്പോൾ പൂണൂലൊക്കെ ഇട്ട് നടക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് അത് കാണാതിരിക്കാൻ വേണ്ടി, കാണിച്ചുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കണം. പിന്നെ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ പക്ഷേ ഒരു നമ്പൂതിരി ഇതുപോലെ ഒരു അമ്പലത്തിൽ പോയപ്പോൾ എന്നെ കണ്ടു, എന്നെ അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ചോദിച്ചു, എന്തോ വാരരെ ഇവിടെ പൂണൂല് കണ്ടുല്ലോ. വൈഷ്ണവ ട്രഡീഷനിലുള്ളതാണ്. ഓക്കെ, ഞാനും ചിന്തിക്കുകയായിരുന്നു ഇതെന്താണെന്ന്. കൂടുതലൊന്നും പറഞ്ഞില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് പോയി. പറഞ്ഞിട്ട് ഇനി പിന്നെ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എനിവേ പ്രഭുപാദ് ഇവിടെ പറയുന്നു, ഇത് കർമ്മം കൊണ്ട് ആയിരിക്കണം, ഗുണങ്ങൾ ആസ്പദമാക്കിയിട്ടായിരിക്കണം, അല്ലാതെ ജന്മം കൊണ്ടല്ല ഒരു ബ്രാഹ്മണൻ എന്ന് വിളിക്കേണ്ടത്. പിന്നീട് അദ്ദേഹം ശാലിഗ്രാം ശിലയുടെ ആരാധനയെക്കുറിച്ച് പറയുന്നുണ്ട്. പ്രഭുപാദുള്ള സമയത്ത് അമ്പലത്തിൽ ആ വർഷിപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പ്രഭുപാദ് പറയുന്നു ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇത് അർച്ചന മാർഗമായി മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും ശാലിഗ്രാം ശിലകൾ അമ്പലത്തിൽ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഗോവർദ്ധൻ ശില പൂജ കൂടുതൽ കോമൺ ആണ്. കാര്യം മഹാപ്രഭു ഗോവർദ്ധൻ ശിലയാണ് നമുക്ക് നല്ലത്, അല്ലെങ്കിൽ ഗോവർദ്ധൻ ശില ആരാധന ചെയ്യുവാൻ വേണ്ടി അദ്ദേഹം, അല്ലെങ്കിൽ ആരാധന ചെയ്യുന്നതിന്
ചെയ്യുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവൻ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് മഹാപ്രഭുവിൻ്റെ കയ്യിൽ ഗോവർദ്ധന ശില ഉണ്ടായിരുന്നു. മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമിക്കാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ശാലിഗ്രാം ശില ആരാധിച്ചിട്ടുള്ളവരും നമ്മുടെ ആചാര്യന്മാരിലുണ്ട്. ഗോപാൽ ഭട്ട ഗോസ്വാമിയുടെ ശാലിഗ്രാം ശിലയായിരുന്നു. അങ്ങനെ ഒരു ശാലിഗ്രാം ശിലയിൽ നിന്നാണ് നമ്മുടെ രാധാരമൺ ലാൽ വരുന്നത്. രാധാരമൺ വരുന്നത് ശാലിഗ്രാം ശിലയിൽ നിന്നാണ്. അപ്പോൾ ശാലിഗ്രാമായിട്ട് കണക്ഷനുണ്ട്. എന്നാൽ കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ ഗോവർദ്ധൻ ശിലയാണ് നമ്മുടെ ഒരു പരമ്പരയിൽ കൂടുതലും ആരാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ശിക്ഷാഗുരു US പോയ സമയത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന് ഒരുപാട് ശാലിഗ്രാം ശിലയുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന സമയത്ത് ശാലിഗ്രാം ശില വർഷിപ്പ് ചെയ്യാനും ഗോവർദ്ധൻ ശിലയുണ്ട്, ഇതെല്ലാം വർഷിപ്പ് ചെയ്യാൻ എനിക്കൊരു അവസരം കിട്ടി. എല്ലാ ദിവസം ഒരു 10 ദിവസത്തോളം ഭഗവാന്റെ കൃപ കൊണ്ട് അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നടന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും എനിക്ക് ആ സർവീസ് കാലത്ത് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകുന്നേക്കാൾ 2 ദിവസം മുമ്പ് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, ശാലിഗ്രാം ശില വർഷിപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ശാലിഗ്രാം ശിലയാവട്ടെ അതേപോലെ ഗോവർദ്ധൻ ശിലയാവട്ടെ, ഇതെല്ലാം നമുക്ക് ഗോവർദ്ധനിൽ പോയിട്ട് ഒരു ശില എടുത്തു കൊണ്ടുവരിക അങ്ങനെയല്ല, അത് നടക്കില്ല, അങ്ങനെ പാടില്ല. ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നമുക്ക് ഗിഫ്റ്റായിട്ട് തരണം, അല്ലെങ്കിൽ ആരാധിക്കാൻ വേണ്ടി ആരെങ്കിലും നമുക്ക് തരുവാണെങ്കിൽ അത് സ്വീകരിക്കാം. ഗോവർദ്ധൻ ശിലയാവട്ടെ ശാലിഗ്രാം ശിലയാവട്ടെ ഇതെല്ലാം അങ്ങനെയാണ്. അല്ലാതെ ഗന്ദകി നദിയിൽ നേപ്പാളിൽ പോയിട്ട് ശാലിഗ്രാം ശില എടുത്തുകൊണ്ടിരുന്നു, ഗോവർദ്ധനിൽ പോയിട്ട് ഒരു ഗോവർദ്ധൻ ശില എടുക്കുക, അത് ചെയ്യാൻ പാടില്ല. ആക്ച്വലി അതിന് ചെയ്യുന്ന അപരാധമാണ് ശരി. അപ്പോൾ അതുകൊണ്ട് ഇത് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ആഗ്രഹം എനിക്കുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഗോവർദ്ധൻ ശില ആരാധിക്കുന്നതാണ് നല്ലത്. ശാലിഗ്രാം ശില കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ശാലിഗ്രാം ശിലയിൽ ഒഫൻസസ് കൂടുതലാണ്. നമ്മൾ പ്രോപ്പർലി സെർവ് ചെയ്തില്ലെങ്കിൽ, വളരെ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒഫൻസസ് കൂടുതലാണ്. എന്നാൽ ഗോവർദ്ധൻ ശിലയാണെങ്കിൽ ആ ഒരു വൃന്ദാവൻ ഒരു മൂഡുമുണ്ട്. എന്നാൽ അതേ സമയത്ത് നമുക്ക് വീട്ടിൽ വർഷിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ശാലിഗ്രാം ശിലയിൽ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ മാർഗങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊണ്ടുവരാനുണ്ട് ശാലിഗ്രാം വർഷിപ്പിൽ. സോ അതുകൊണ്ട് ചിലവർ ചെയ്യുന്നവരുണ്ട്, ഓഫ് കോഴ്സ് നമ്മുടെ കൂട്ടത്തിലും അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലാവരും അത് ചെയ്യുന്നില്ല. കാര്യം അതിനൊരു രീതികളും ചിട്ടകളും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഭാവത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ശ്രീ ചൈതന്യ ചരിതാമൃതയ്ക്ക് ജയ്, ശീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിക്ക് ജയ്, जगद्गुरु शीला प्रभुपाद की जय, शचिनंदन श्री गौर हरि की जय, श्री वृंदावन धाम की जय, श्री मायापुर नवदीप धाम की जय. जय जय श्री राधे श्याम. थैंक यू. हरे कृष्ण. Hare Krishna, bro. Thank you very much. Hari Bol. Hare Krishna. हरि बोल. हरे कृष्ण.